എടാ ഡയറക്ടറെ, എന്താടാ ഇത്രയും കാലം നീ എടുത്ത എല്ലാ സിനിമയെക്കാളും നമ്മുടെ സൂര്യയുടെ ലവ് സ്റ്റോറി അടിപൊളിയാ. ഈ ലവ് സ്റ്റോറി സിനിമയാക്കിന്ന് വെച്ചോ, പടം വമ്പോ ഹിറ്റാവും. എന്തുവാടാ ഈ പറയുന്നേ? ഇതൊരു ലവ് സ്റ്റോറി, പിന്നെ ബിൽഡപ്പും കൂടെ. നീ ഒന്ന് ചുമ്മാതിരിക്കേ. ഇതിലും വലിയ ലവ് സ്റ്റോറി ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊരു ആത്മാവാണോ? അതിന് ധൈര്യം ഉണ്ടെങ്കിൽ, അന്തസ്സുണ്ടെങ്കിൽ ഇപ്പൊ ഈ സെക്കൻഡിലെ കയ്യെ പിടിച്ചിട്ട് കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാം. എന്തിനാണ് സ്വപ്നനെ പറ്റി സംസാരിക്കുന്നത്? ഒരാവശ്യമില്ലാതെ. അവളെങ്ങാനത് കേട്ടാലുണ്ടല്ലോ, നിന്നെ കപ്പ കൊന്നുകളയും. പ്രേതം കേട്ടാല് ഞങ്ങളെ കൊന്നുകളയാ. എടാ ഡയറക്ടറെ, ഇവന് വട്ടാ. ഒരു കാര്യം ചെയ്യ്, നീ അകത്ത് ചെന്നിട്ടേ ആ പൈന്റ് എടുത്തോണ്ട് വാ. എന്നിട്ട് ജപ ജപ ജപാന്ന് അടിച്ചിട്ട് ഇവനെ ഇവന്റെ കാമുകി പ്രേതത്തെ കാണാം. അത് നിന്നെ വിട്ടാലും ഞാൻ നിന്നെ ഒരിക്കലും വിടില്ല. ഞാൻ നല്ല കൊടമ്പുളിയിട്ട മീൻകറി ഉണ്ടാക്കി തരും, കണ്ടോ? ഒളിച്ച് നിന്നെ ഞാൻ വിടില്ല. അവിടെ നിൽക്കേ. ഒരു വെള്ളത്തുണി കിടന്നാ ഞാനങ്ങ് പേടിക്കുന്നു വിചാരിച്ചല്ലേ? കൊള്ളാം കളി. ഒരു ഡയറക്ടറെ ഒരിക്കലും പേടിക്കില്ല കേട്ടോ. നിങ്ങൾക്ക് പേടി വന്നാലും ഞാൻ പേടിക്കില്ല. എന്നോട് വേണ്ട കളി. ആ, എന്നെ പേടിപ്പിക്കാൻ വന്നേക്ക ഡയറക്ടറിനെ. അയ്യോ, ആരേത്? ആരാ കഥ കടച്ചത്? കാറ്റാ? കാറ്റ്? ചുമ്മാ ഒന്നുമില്ലാതെ കാറ്റ് വന്ന് കഥ കടച്ച. അമ്മേ, എന്താ ഇത്? അയ്യോ അയ്യോ, അനങ്ങാതെ കിടന്ന കസേരയാണല്ലോ. ഇതെങ്ങനെ ആടുന്നത്? അനങ്ങാതിരുന്ന കസേരയാണല്ലോ ഇത്. ഇനി എതിലെ കാറ്റകത്ത് വല്ലതും വരുന്നുണ്ടോ? ഇല്ലല്ലോ, ആരുമില്ല. ഇവിടെങ്ങും ആരുമില്ല. ആ കാറ്റ് മുഴുവൻ കാറ്റാന്നേ. കാറ്റ് കൊണ്ട് ചുമ്മാ കിടന്നങ്ങ് ആടുമല്ലേ. ഓ, എന്തു പറയാനാ, അടിച്ച സാധനത്തിന്റെ എല്ലാം കെട്ടുപോയാ. എന്തു പറയാനാ, വല്ലതും ഉണ്ടേ ഒരെണ്ണം കൂടെ അടിക്കാം. നോക്കട്ടെ. എന്തുപ്പാ എന്നെ തന്നെ പേടിപ്പിക്കുവാണോ? അയ്യോ, ഞാൻ ഒന്നും പറഞ്ഞില്ല, ഞാൻ വെറുതെ തമാശ പറഞ്ഞാന്നേ. എന്നെ വെച്ച് തന്നെ നിനക്ക് പടം എടുക്കണമല്ലേ? അയ്യോ ഇല്ല, എനിക്ക് പടം അറിയില്ല, പപ്പടം അറിയില്ല. മീൻകറി ഉണ്ടാക്കിയിട്ട് എന്നെ കൊണ്ട് മീൻകറി കുടിപ്പിക്കുവല്ലേ? അയ്യോ, ഞാൻ മീൻകറി ഉണ്ടാക്കി കൊള്ളത്തേ ഇല്ലാന്നേ. ഞാൻ പറഞ്ഞ ഒരു കാര്യങ്ങളും മനസ്സിൽ വെക്കല്ലേ എന്റെ പ്രേതമേ. വാടോ വാ. ഞാനൊരു പാട്ട് പാടട്ടെ. നിന്നെ വിടില്ല ഒരിക്കലും ഞാനോ. വേണ്ട, ഞാൻ വേറെ പാട്ട് പാടിക്കോളാം. നിന്റെ ഫാമിലിയിലേക്ക് ഞാൻ കടന്നു വരുന്നേ ഇല്ല. അമ്മേ, എനിക്ക് നിന്നെ കാണണോ. ഞാനൊരു ഇനി ഞാൻ ഡാൻസ് കളിക്കട്ടെ. ആട്ടമോ പാട്ടമോ താളമോ, ആട്ടമോ പാട്ടമോ താളമോ. ഞാൻ വാടോ. എന്നൊന്നും ചെയ്തിട്ട് ഞാൻ വെറുതെ ഒരു കോമഡി കാണിച്ചു കൊടുക്കേ. നിന്നോട് കുപ്പി എടുത്തോണ്ട് പറഞ്ഞ എന്നിട്ട് വേണ്ടടാ സ്വപ്നെ കാണാൻ പോവാൻ. ആരാ ഈ സ്വപ്ന? എടാ പ്രേത കാമുകി സൂര്യയുടെ ലവർ. നീ ചുമ്മാ ഡയലോഗ് അടിക്കാതിരിക്കണേ. ഈ ആത്മാവ് പ്രേതം ഇതിനെ കുറിച്ചൊക്കെ പറയുമ്പോ എനിക്ക് കുറച്ച് പേടിയുണ്ട്, അതാ പറഞ്ഞ. ആത്മാവ് പ്രേതം പേടിയിട്ടല്ലേ? പ്രേതം വന്ന ഒരു പൈറ്റ് അടിച്ചിട്ട് അവളെ കാലേവാരി പിടിച്ച് കൊണ്ടുപോയി ഞാൻ റേപ്പ് ചെയ്യടാ. കുറച്ച് കുറയ്ക്കാതാ നിനക്ക് നല്ലത്. എന്താടാ ഒരു മാതിരി നിൽക്കുന്നേ? ചേച്ചി, എനിക്കിതിൽ പങ്കില്ല. ഇവനാ പ്രേത ഫാമിലി വെച്ച് സിനിമ എടുക്കാൻ പോകുന്നവൻ. പ്രസാദേ, ഞാൻ നിന്നോട് ക്ഷമിക്കണമെങ്കിൽ അവന്റെ മുഖത്തിലേക്ക് ഒരെണ്ണം ഓങ്ങി കൊടുക്ക്. എന്താ അടിയാടാ അത്? ഇങ്ങോട്ട് വാ. നീ പോയിട്ട് വാടാ. എടാ, ഇവിടെ നിന്ന് നമ്മളെ രണ്ടുപേരെയും ഇവിടെ കൊല്ലും. ക്ലിയർ ആയല്ലോ? നിങ്ങളുടെ ഡൗട്ടൊക്കെ ക്ലിയർ ആയല്ലോ? ഇന്നിപ്പോ എന്ത് പാടാ നിങ്ങൾ പഠിച്ചേ? അതെ, മരിച്ചവർക്ക് ലേഡീസ് ആകുമ്പോ നമ്മൾ എപ്പോഴും റെസ്പെക്ട് കൊടുക്കണ്ടേ? ഇല്ലെങ്കിൽ നമ്മുടെ ജീവൻ അപകടമാണ്. പ്രേതവും ഒരു പുണ്യാത്മാവ്. ഞങ്ങൾ പോട്ടെ സൂര്യ. സൂര്യ എന്റെ കൂടെ എപ്പോഴും വരാറില്ലേ പെരിച്ചാഴി പോലത്തെ അവൻ എനിക്ക് ഇടയ്ക്കൊക്കെ പണി തരുന്നുണ്ട്. അവനെ ഒരു പാഠം പഠിപ്പിക്കണം. സ്വപ്ന, അതെ, നിങ്ങൾക്ക് കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ, എനിക്ക് കുറച്ച് കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്. വേറൊന്നുമല്ല, നിങ്ങൾക്ക് സുഖമില്ലല്ലോ. എടാ അപ്പുവേ, നീ സംസാരിച്ച് വല്ലാതെ അങ്ങ് സൂപ്പിക്കല്ലേടാ. ഇത്രയും വലിയ ഗുരുവിന് സംസാരിക്കാൻ അറിയാവുന്നൊരു ശിഷ്യം വേണമല്ലോ. ഞാൻ ഗുരുവിനെ മറികടക്കുന്ന ശിഷ്യനാ, അറിയില്ലൊന്നും. എടാ എന്താടാ നീ ആലോചിച്ചോണ്ടിരിക്കുന്നത്? അതൊന്നുമില്ല ഗുരു. ഇപ്പോ നിങ്ങളുടെ മകനും ആ ആത്മാവിനും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. ആ ആത്മാവിനെ നിങ്ങളുടെ മകന് മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്ന് ചിലരൊക്കെ പറയുന്നുണ്ട്. എന്താ കാരണം?
സാധനം കുറച്ചേ നീ ഒഴിക്കുന്നുള്ളല്ലേ? ഗുരു ഞാൻ ചോദിച്ചതിന്റെ മറുപടി പറയാത്തത് എന്താ? ആരാത്? ആരാത്? അപ്പോ ആ ഗുരു, അത് ഏതൊരു സിനിമയില് നമ്മുടെ ചിരഞ്ജീവി മഹാത്മാഗാന്ധിയോട് സംസാരിക്കില്ലേ? ആ അത് മാത്രമല്ല ഗുരു, ഇന്നലെ രാത്രിയിൽ ടിവിയിൽ എന്തിനടാ പ്രേമം എന്നൊരു സിനിമ കണ്ടു. ആ സിനിമയിലും ഹീറോയ്ക്ക് മാത്രമേ ഹീറോയിനിയെ കാണാൻ പറ്റുള്ളൂ. പിന്നെ എന്താടാ ആ ഗുരു, എന്റെ കയ്യിലിരിക്കുന്ന ആ തടിയുടെ ഡിസൈൻ ഒന്ന് നോക്കിക്കേ. അത് നീ കാണിക്കുന്ന പോലെ ഓഞ്ഞ ബുദ്ധിയല്ലേ മോനെ അപ്പോ? ആ പറയൂ ഗുരു. വേറൊന്നുമല്ല അപ്പോ, നമ്മുടെ പൂജാരി എന്താ പറഞ്ഞെന്നറിയോ? എന്റെ മോന്റെ ജാതകം വെച്ച് നോക്കുമ്പോ അവൻ എല്ലാ ആത്മാവും കാണാൻ പറ്റുമെന്ന്. അല്ല അപ്പോ നീ ഫാൻ തുടച്ചിട്ട് കുറെ നാളായി അല്ലേ? ആ ഇതെന്താ ഗുരു, കഴിഞ്ഞ ശിവരാത്രിക്ക് തുടച്ചാണല്ലോ, പിന്നെന്താ ഇത്രയും പെട്ടെന്ന് പൊടി വന്നത്? ആ ഗുരു, എന്തെങ്ങനെയൊക്കെ നടന്നാലും എന്റെ കൂടപ്പറപ്പിനെ പോലെ നിങ്ങളെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നേ. ഇതാ ഞാൻ എന്റെ കൈ കൊണ്ട് എടുത്തു തരാം, ആത്മാർത്ഥമായിട്ട് അങ്ങ് വലിക്കുക. നീ നിലക്കൊഴിച്ച മദ്യം നിന്റെ കൈ കൊണ്ട് തന്ന കണ്ടോ? ഗുരു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ആത്മാവ് വന്ന് നിങ്ങളുടെ മകനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ നിങ്ങൾ സമ്മതിക്കോ ഇല്ല? മരമണ്ടൻ അപ്പോ, ആത്മാവിനെ നമുക്ക് അങ്ങനെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റുമോ? വാട്ട് ആർ യു ടോക്കിംഗ് ഗുരു? അങ്ങനെയാണെങ്കിൽ ജഗതേക്ക് വീരുടു അതിലോക സുന്ദരി എന്ന സിനിമയില് ശ്രീദേവിയെ ചിരഞ്ജീവി കല്യാണം കഴിച്ച് പാതാളത്തിൽ സെറ്റിലായ കഥ അറിയില്ല? എടാ വിവരം കെട്ടവനെ, അത് മനുഷ്യര്, ഇത് ആത്മാവാടാ. നീ ഇതെന്തിനാ രണ്ടും കൂടെ കൂട്ടിക്കുഴക്കുന്നേ? അങ്ങനെയാണല്ലേ? ശരി ഗുരു, ഈ കുഴപ്പങ്ങളൊക്കെ ഇപ്പൊ എന്തിനാ? അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ആത്മാവിനോട് ചോദിച്ച സംഭവം കഴിഞ്ഞില്ലേ? ആ വിളിക്ക്, അവർക്ക് മട്ടുപിടിക്കട്ടെ. ഗുരു ഇവിടെ തന്നെ ഇരുന്നു, രണ്ടിലൊന്ന് ഞാൻ ആ, ശരി, വിളിക്കട്ടെ. അല്ലയോ ആത്മാവേ, ഒരു പ്രാവശ്യം ഇങ്ങോട്ട് വന്നിട്ട് അങ്ങനെ തന്നെ അങ്ങോട്ട് പോയിക്കോ. വാ 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 വാ, 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 അയ്യോ, അച്ഛന്റെ തലയ്ക്ക് എന്താ പറ്റിയത്? എവിടെങ്കിലും വീണോ? എന്ത് പറയാനാ, ഓടിക്കൊണ്ടിരുന്ന ഫാൻ മുറിഞ്ഞ് അച്ഛന്റെ തലയിലേക്കാ വീണത്. ഈ ഇടയായിട്ട് നമുക്ക് സമയം ഒട്ടും ശരിയല്ല മോനെ. നമ്മുടെ വീടിന് ചുറ്റും ഏതോ ദുഷ്ടശക്തി അലഞ്ഞു നടക്കുന്നുണ്ട്. നിന്റെ അന്ധവിശ്വാസം ഒന്ന് നിർത്തുന്നുണ്ടോ? നീ അവനെയും കൂടെ വെറുതെ ഇല്ലാതാക്കല്ലേ. നിങ്ങൾക്കൊന്നും അറിയില്ല. എടാ, അന്ന് അമ്പലത്തിൽ വെച്ച് ഒരു സ്വാമി നിന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നോ? അദ്ദേഹത്തെ ഒന്ന് വിളിച്ചോണ്ട് വാ മോനെ, എങ്ങനെയെങ്കിലും ഒന്ന് വിളിച്ചോണ്ട് വാ. ശരിയമ്മേ, ഞാൻ നോക്കിട്ട് വരാം. ആ ശരി മോനെ. മേഡം മോനല്ലേ, അതും കണക്കാ. ഈ വീട്ടിൽ എല്ലാവർക്കും വട്ട, അല്ലാതെ എന്ത് പറയാനാ? ശ്രീ ആഞ്ജനേയം പ്രസന്നാഞ്ജനേയം പ്രഭാദിവ്യകായം പ്രതിപിപ്രജായം ഭജേ വായുപുത്രം ഭജേ പവിത്രം ഭജേഹം പവിത്രം ഭജേ സൂര്യമിത്രം ഭജേ രുദ്രരൂപം ഭജേഹം. നമസ്കാരം സ്വാമിജി. എന്താ മോനെ, നിന്റെ കുടുംബ പ്രശ്നമാണോ വരാൻ കാരണം? അത് തന്നെയാണ് സ്വാമിജി. അങ്ങ് ജപിച്ചു തന്ന ഏലസ് ഞങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലും പ്രശ്നങ്ങൾക്ക് ഒരു കുറവുമില്ല സ്വാമിജി. ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല. അതുകൊണ്ടാണ് സ്വാമിജിയെ വിളിച്ചോണ്ട് വരാൻ എന്റെ അമ്മ പറഞ്ഞത്. അത് നിന്റെ അച്ഛന് സംഭവിക്കാൻ പോകുന്ന ഒരു വലിയ ദുരന്തമാണ്. ഞാൻ അന്നേ പറഞ്ഞു. എന്റെ അച്ഛൻ ഇതുവരെ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. എത്ര വലിയ ആളായാലും കർമ്മഫലം അനുഭവിക്കാതിരിക്കാൻ കഴിയില്ല. സാക്ഷാൽ പരമശിവന് പോലും ഇതൊക്കെ സംഭവിച്ചതാണ്. നമ്മളൊക്കെ ശിശുക്കളാണ്, വെറും പുഴുക്കൾ. കർമ്മഫലം എന്ന് പറയുന്നുണ്ടല്ലോ. ഇനി അച്ഛന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രശ്നം? നിന്റെ അച്ഛൻ കാരണം ഒരു പെണ്ണ് ആത്മഹത്യ ചെയ്തു മോനെ. അവളുടെ ആത്മാവ് ശ്മശാനത്തിൽ അലഞ്ഞു തിരിയാണ്. ചെയ്ത തെറ്റ് കാരണം നിന്റെ അച്ഛൻ ഇപ്പോൾ ശ്മശാനത്തിലാണ്. നിന്റെ വീട്ടിലേക്ക് ഒരു ദിവസം ഞാൻ വരുന്നുണ്ട്. നിങ്ങൾ പറയുന്ന പോലെ സ്വാമി. മറ്റൊരു വിഷയം, നിന്നിൽ ഒരു ആത്മാവിപ്പോൾ അവളുടെ ആഗ്രഹം നിറവേറ്റാൻ കുടികൊള്ളുന്നുണ്ട്. നീ വളരെ ശ്രദ്ധിക്കണം. നമുക്ക് പോവാം സ്വാമി. നീ പുറപ്പെട്, ഞാൻ കൂടെയുണ്ട്. ജയ് ഹനുമാൻ.